ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. ഞങ്ങളൊരു വളരെ സ്പെഷ്യൽ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ഒരു കോഫി കുടിക്കാനും. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഇൻവൈറ്റ്, അപ്പം അത് ഞാൻ എൻ്റെ ചേച്ചിയുടെ മോനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സ് റൈറ്റ്. 40 മിനിറ്റ്സിൻ്റെ ഒരു യാത്രയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ആരാന്ന് പറയാം. ഹലോ, ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോൻ. Say hi, your name. I'm Arnav and hello everyone. No, where are we going right right now? To India International Center and to meet a very special person, a very special guest. Maybe most of the Mallus know him. Most of the Mallus know him, yeah. She's saying it right. So we'll show them, okay? ഇപ്പം നമ്മളിവിടെ പാസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡൽഹിയിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് എവ്രി വൺ നോ. ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു വണ്ടി പാസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ത്രിമൂർത്തി നഗർ എന്ന് പറയും. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റിലേക്കൊക്കെ പോകുന്ന ഓൺ റൂട്ടാണത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈ സെക്യൂർഡ് ഏരിയ എന്ന് തന്നെ പറയാം, തീൻമൂർത്തി നഗർ. അപ്പം ഇവിടെയെല്ലാം ഇവിടെ താമസിക്കുന്നതെല്ലാം നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ അല്ലേ. ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു ഏരിയ, നമ്മളുടെ ചീഫ് ജസ്റ്റിസ്, പിന്നെ നമ്മുടെ ഓം ബിർള, നമ്മുടെ സ്പീക്കർ, അദ്ദേഹത്തിൻ്റെയൊക്കെ വീടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണിത്. നമ്മളിപ്പോൾ വണ്ടിയിലാണ്, ക്യാബിലാണ് പോകുന്നത്. വെരി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയാം. ഡൽഹിയിലെ ഏറ്റവും കണ്ടിരിക്കേണ്ട ഒരു ഏരിയ ആണ്. എല്ലാ MP-മാരുടെയൊക്കെ വീട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പം കാണാം. ഒരുപാട് നല്ല നല്ല വീടുകളെല്ലാം. സോ ഞങ്ങളിപ്പോൾ നിങ്ങൾക്കെല്ലാം മലയാളികൾക്കെല്ലാം അറിയാവുന്ന ആളായിരിക്കും, KJ അൽഫോൺസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, അൽഫോൺസ് കണ്ണന്താനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ കോഫി കുടിക്കാൻ നമ്മൾ വന്നേക്കുന്നത്. ഹലോ, അപ്പം ഞാൻ ഇന്ന് കാണാൻ വന്നേക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയാം. നൈസ് ടു മീറ്റ് യു സർ. ഹായ്. ഹലോ. അപ്പോൾ ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഡൽഹിയിൽ പരിചയപ്പെടുത്തണം. ഞാൻ അൽഫോൺസ് കണ്ണന്താനം. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ പഴയ മനുഷ്യനല്ലേ, 17 വയസ്സായതല്ലേ. ഞാൻ അൽഫോൺസ് കണ്ണന്താനം, ഡൽഹി താമസിക്കുന്നു. ഡൽഹിയിൽ അറിയപ്പെടുന്നത് KJ അൽഫോൺസ് ആണ്. അപ്പോൾ or NEET exams, and second one honor. You like coffee? You like it? That's nice. But coffee here. എന്തായാലും നമ്മളിവിടെ ഒരു കോഫി കുടിക്കാൻ. ഇത് ഏതാ സ്ഥലം നമ്മൾ വന്നിരിക്കുന്നത്? ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബുദ്ധിജീവികളുടെ എല്ലാം വലിയ കേന്ദ്രമാണെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് പേരെ കണ്ട്, എല്ലാവരെയും കണ്ടപ്പോൾ അങ്ങനെയാ തോന്നുന്നത്. എന്തായാലും താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. പിന്നെ നമ്മൾ കോഫി കുടിച്ചത് താങ്ക് യു സോ മച്ച്. ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഞാൻ കൊണ്ടുപോയി പുതിയ പാർലമെന്റ് കെട്ടിടം കാണിക്കാം. ഓക്കെ. പിന്നെ വേറെ എന്താ അവിടെ ഓടി കണ്ടിട്ട് തിരിച്ചു വരാം. സാറിന് ജോഗിങ്ങിന് പോകേണ്ട ടൈമായി. എനിക്ക് ഓടാൻ സമയം. അതെ, ആളിങ്ങനെ കാബ്സ് ഒക്കെ കട്ട് ചെയ്ത് നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലോധി ഗാർഡൻ 300 ഏക്കർ സ്ഥലമാണ്. എല്ലാ ദിവസവും ഞാൻ അവിടെ ഓടും. ഇവിടെ സൈഡിലായിട്ടാണ് ഈ ലോധി ഗാർഡൻ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഏറ്റവും അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ടാണ്. വളരെ സന്തോഷമുണ്ട് വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. സോ ലെറ്റ്സ് ഗോ. യാ, ഓക്കെ, ബൈ. ഇതാണ് നമ്മളുടെ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ. ഇതിൻ്റെ മുകളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടെയും നമ്മളിപ്പോൾ പാർലമെൻറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട്. എനിവേ, സോ നൈസ് ഓഫ് യു. നമ്മുടെ ശശി തരൂർ. ഓക്കെ. I'll show you my previous house. Okay. Sir, മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം അല്ലേ? ഈ ഏരിയ നമ്മൾ ഇവിടെ വന്നപ്പോൾ This is called Lodhi Estate. Lodhi Estate, okay. Yeah. ഇതായിരുന്നു സാറിന്റെ വീട് അല്ലേ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്? 2 Lodhi Estate. 2 Lodhi Estate, okay. Nice. ഇവിടെയാണ് നമ്മളുടെ ഗാന്ധിജി മരിച്ച സ്ഥലം. അവിടെയാണ് ഒരു മരം കാണുന്നില്ല. അവിടെ. ഓക്കെ, അവിടെയാണല്ലേ. ഓക്കെ. ഇത് ഗാന്ധി സ്മൃതി എന്ന് പറഞ്ഞ സ്ഥലമാണ്. BJP പ്രസിഡന്റ് JP നദ്ദയുടെ വീട്. നേരെ കാണുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വീടാണ്. ഈ നേരെ കാണുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വീടാണ്. ഓക്കെ. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വെള്ള ഗേറ്റ് അതാണ് സോണിയാഗാന്ധിയുടെ വീട്. സോണിയാഗാന്ധി ഇത് അല്ലേ? ഓക്കെ. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്
നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിന്റെ വീടാണ്. പച്ച ഗേറ്റ്. ഇത് പ്രൈം മിനിസ്റ്ററിന്റെ പുതിയ ഓഫീസ് അല്ലേ? നമ്മള് അകത്തേക്ക് പോവാ. വീട് ഇതാണോ? വീട് ഇതല്ല, ഇത് പുതിയ ഓഫീസ് അല്ലേ? ഓക്കെ. നേരെ കാണുന്നതാണ് സൗത്ത് ബ്ലോക്ക്. അത് പാർലമെന്റിന്റെ അല്ല, പാർലമെന്റിലെ സൗത്ത് ബ്ലോക്ക് ആ കാണുന്നത്. ഓക്കെ. ഇതെന്തായാലും അവിടെയായിരുന്നു. ഇതാണ് മിലിറ്ററി ജനറൽ ചീഫുകളുടെ എല്ലാം ഓഫീസ് ഇതിനകത്താണ്. ഇത് ആ കാണുന്നതാണ് നോർത്ത് ബ്ലോക്ക്. ഓക്കെ. ഹോം മിനിസ്റ്റർ ഒക്കെ ഇരിക്കുന്ന അവിടെ. ഹോം മിനിസ്റ്റർ ഒക്കെ ഇരിക്കുന്നത് ഇപ്പോഴും ഹോം മിനിസ്റ്റർ ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഇതാ? അല്ല, ഇപ്പം മാറി. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അല്ലേ? അത് ഓൾഡ് പാർലമെന്റ്. അത് ഓൾഡ് പാർലമെന്റും പുതിയ പാർലമെന്റ്. ഓക്കെ. ഇതാണ് നമ്മുടെ പുതിയ പാർലമെന്റ്. ഇത് നമ്മളുടെ ഓൾഡ് പാർലമെന്റ്. ഈ കാണുന്നതാണ് ഓൾഡ് പാർലമെന്റ്. പുതിയ പാർലമെന്റ് കൊള്ളാം അല്ലേ? നല്ല അടിപൊളി ബിൽഡിംഗ്. നൈസ്. ഇപ്പൊ ഓൾഡ് പാർലമെന്റ് എന്തായിട്ട് മാറ്റിയേക്കുന്നത്? മ്യൂസിയം ആക്കാൻ പോവാണ് അല്ലേ? സോ ഇതാണ് പുതിയ പാർലമെന്റ്. നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് പഴയ പാർലമെന്റ് ആണ്. ഓക്കെ. ഇവിടെ അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റില്ല. സോ നമ്മൾ നിർത്തി ഒരു ഫോട്ടോ എടുത്ത്. പാസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അതെ. അപ്പോ എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വരെ വരാൻ കൂടെ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. ഇവിടെ അത് നമ്മൾ പോയായിരുന്നു, ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞ ദിവസം. ഗവൺമെന്റ് ഓഫീസസ്. ഇതാണ് നമ്മുടെ പുതിയ പ്രൈം മിനിസ്റ്ററിന്റെ പുതിയ ഓഫീസ് അല്ലേ? പുതിയ പ്രൈം മിനിസ്റ്റർ അല്ല, പഴയ പ്രൈം മിനിസ്റ്ററിന്റെ പുതിയ ഓഫീസ്. മോദി 3.0. എന്തായാലും പ്രൈം മിനിസ്റ്റർ ഉണ്ടോ ഇപ്പോ? എയർഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇത്. ഇതെല്ലാം നമ്മുടെ അടുത്തടുത്തല്ലേ? മറ്റേ ഇതിന്റെ ഏറ്റവും സെക്യൂർഡ് ഏരിയ ആണല്ലോ ഇത്. നല്ല ഒരു പ്ലേസ് ആണിത്. ഇത്രയും നല്ല രസമുണ്ടല്ലോ കാണാൻ. നമ്മളിപ്പോ കേറിയ ഇടം പബ്ലിക്കിന് എൻട്രി ഇല്ലാത്ത സ്ഥലമല്ലേ? ഓക്കെ. ഏത്? നമ്മൾ തിരിച്ചു വന്നു. അങ്ങോട്ടല്ലേ? ഇപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിൽ കൂടിയാ വരുന്നത്. ഇവിടാണ് മറ്റേ നിതിൻ ഗഡ്കരിന്റെ വീട്. സോ ഇതെല്ലാം അത്ര വിസിബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളാണ്. സോ പിന്നെ ഭയങ്കര ആർമി പ്രൊട്ടക്ഷൻ ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇതാണോ ഈ ബാരിയർ വെച്ചേക്കുന്ന സ്ഥലത്ത് അല്ലെ അജിത് ദോവലിന്റെ വീട്? ഇന്ത്യയുടെ മാസ്റ്റർ മൈൻഡ് കണ്ടിരുന്നു. ഇവിടെയാണ് അജിത് ദോവൽ സാറിന്റെ വീട്. നമുക്ക് ഇങ്ങോട്ടൊന്നും അധികം നിർത്താനൊന്നും പറ്റില്ല. വണ്ടി ജസ്റ്റ് പാസ് ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വലത്തുവശത്താണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ദിവസമുണ്ട്. ഈ വീടുകളൊക്കെ 500 സ്ക്വയർ മീറ്റർ ഉള്ളു ഇതിന്റെ സ്ഥലത്തിന്റെ വലിപ്പം. പിന്നെ വീടുകളാണെങ്കിൽ ചെറിയ വീടുകളാണ്, 3-4 ബെഡ്റൂം ഒക്കെ. അത് നമ്മുടെ നിയമം അനുസരിച്ച് അത് പുതുക്കി പണിയാൻ പറ്റിയല്ല. ഫ്രെയിമിനകത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വീടിന്റെ ഒക്കെ വില എത്രയാണെന്നറിയോ? ഒരു 500 സ്ക്വയർ മീറ്റർ ഉള്ള വീടിന് മിനിമം വില ഒരു 600 കോടിയാവും. ഇവിടുത്തെ മിക്കവാറും വീടുകളുടെ എല്ലാം വില ഒരു 600 കോടി മുതൽ 1000 കോടി വരെ. ഇതിന് തൊട്ടപ്പുറത്ത്
രണ്ടു ദിവസം മുമ്പ് ഒരു വീട് വിറ്റത് 1300 കോടി രൂപയ്ക്കാണ്. ആണല്ലേ? CTVയുടെ ഉടമസ്ഥന്റെ ഉടമസ്ഥൻ. അപ്പൊ ഇത് ഇപ്പൊ 2 വർഷത്തെ വീടുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇതിനൊക്കെ ഇത്ര വലിയ വില എന്ന് ചോദിച്ചാല് സ്ഥലത്തിന്റെ വിലയാണ്. അല്ലല്ല, ഒരു പ്രസ്റ്റീജ് ആണ്. അമൃത സർക്കിൾ മാർഗിൽ ഒരു വീട് ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അത് ഒരു വലിയൊരു പേരാണ്. ഇവിടെയാണല്ലോ നമ്മളുടെ മന്ത്രിമാരൊക്കെ വരും. ആരുമില്ല, ഇതെല്ലാം പ്രൈവറ്റ് ആണ്. ഇതെല്ലാം പ്രൈവറ്റ്. എന്റെ വീട് തൊട്ടപ്പുറത്തായിരുന്നു. ഞാൻ മന്ത്രിയായിരിക്കും താമസിച്ചുകൊണ്ടിരുന്നത്. അത് 3 ഏക്കർ സ്ഥലമായിരുന്നു. 19 മുറികള്. ലോധി ഗാർഡൻ, ലോധി എസ്റ്റേറ്റ് 19 മുറികളുണ്ടായിരുന്നു. ഞാനവിടെ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും MP ആയിരിക്കുമ്പോഴൊക്കെ അവിടെയായിരുന്നു. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പാർലമെന്റിന്റെ അടുത്ത് നോർത്ത് അവന്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പൊ സെക്യൂരിറ്റി ആണല്ലോ മൊത്തം. ഒന്നുമില്ല, ഇതെല്ലാം പ്രൈവറ്റ് ആൾക്കാരുടെ അല്ലേ, അവരുടെ തന്നെ ആയിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ മിക്കവാറും ഉണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും വീടുകളുണ്ട്. മുകേഷ് അംബാനിക്കുണ്ട്, അദാനിക്കുണ്ട്, എയർടെല്ലിന്റെ അയാൾക്കുണ്ട്, ജിൻഡയുടെ, ഇവർക്കെല്ലാം ഈ റോഡിൽ വീടുണ്ട്. ഇതൊരു ചെറിയ റോഡാണ്, അധികം വീടുകളൊന്നുമില്ല. By 6 o'clock, then I go running. മാറുന്നില്ല, മാറിയ പിന്നെ അവർക്കെത്താൻ പറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സിബിഷൻ ഇതിനകത്ത് കാണാൻ വന്നേക്കാണ്. ഇത് മധ്യപ്രദേശ് ട്രൈബ് അല്ലേ? അവരുടെ ഒരു എക്സിബിഷനാണ് ഇതിനകത്ത്, ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ. Okay, thank you, nice to see you. Bye. Okay, bye. Bye. Very nice. അപ്പോൾ ഞങ്ങൾ ഇവിടെ സാറ് ഞങ്ങളിവിടെ കൊണ്ടാക്കിയിട്ട് പോയി, കാരണം ഹി ഹാവ് ടു ഗോ ഫോർ ജോഗിങ്. അപ്പോൾ ഞങ്ങൾ ഈ പെയിൻറ്റിങ്സ് ഒക്കെ മൊത്തത്തിൽ കണ്ടിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കും. ഇറ്റ് വാസ് എ സ്പ്ലെൻഡിഡ് ഡേ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു ആർട്ട് മ്യൂസിയം അതെല്ലാം കണ്ടിട്ട്, ആർട്ട് പെയിൻറ്റിങ് എക്സിബിഷനാണിത്. സോ നമ്മൾ തിരിച്ചു പോവാണ്. ഹായ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മെമ്പേഴ്സ് ഓൺലി ആണ്. എനിക്ക് സാറിന് ഒരുപാട് താങ്ക് യു പറയണം, കാരണം ഈ ഒരു സ്ഥലത്ത് നമുക്ക് നേരിട്ട് വന്ന എൻട്രി ഇല്ല. സോ ഇപ്പം നമ്മളെ ഇവിടെ ആക്കിയിട്ട് പോയിക്കുവാണ്. അപ്പൊ ജോഗിങ്ങിന് പോവല്ലേ? ജോഗിങ് കോസ്റ്റ്യൂം മലയാളികളെല്ലാം കാണാൻ പോവാ. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്, ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്ററിൽ നിന്ന്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. ഇവിടെ മെമ്പേഴ്സ് ഓൺലി അലൗഡ് ആണ്. അപ്പോൾ ഞാൻ മെമ്പർ അല്ല ആയിട്ട് അല്ലേ. വി ആർ വെരി ഹാപ്പി ടുഡേ. നമ്മൾ ഊബർ വന്നു, നമ്മൾ ഊബറിൽ പോവാണ്. See, how was the experience meeting him? It was wonderful. I have no words, literally. I mean, it's not
every day that you walk around with the MP or you take pictures with the MP or you have coffee with the MP. It's a totally different feeling. Like He's not an MP right now, but he was he was previously a minister. But he's very welcoming, right? yeah. So see, Malayalis are like that. You are half Malu. Yeah. Yeah. So So yeah, I thank him for that. Like, you know, he took us to the parliament, which I don't think so. It's still I can't believe. I mean, most of the people wouldn't be able to go there in their lifetime. Yeah. Okay. To be honest. To be honest. So, and the point where we was, it's like just a few blocks away from the main everything. Even Like, the yeah. prime minister's new building office. and everything we saw. So it's very difficult to get in, at least since he had the pass. So we were lucky today, like, you know, we could go. Yeah. And I am really blessed to, like, you know, spend this day. Yeah. Yeah. So we were lucky today. Yeah. We were. Yeah.